നമ്മളുടെ അന്നത്തെ ആളിയാർ അതിരപ്പള്ളി ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇത് കണ്ടില്ലേ. ഏറ്റവും താഴെ വരെ നമുക്ക് പോകാൻ പറ്റിയതിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. നമ്മൾ സാധാരണ നിലയ്ക്ക് മുന്നിലൂടെ തന്നെ പോയി എപ്പോഴും ഞാനൊക്കെ പല പ്രാവശ്യം അതിരപ്പള്ളിയിൽ പോയിട്ടുണ്ട്. എല്ലാവരും പോയിട്ടുണ്ടാവും. നമ്മളൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ നേരെ ഫ്രണ്ടിലൂടെ പോയി ഇങ്ങനെ താഴെ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്താണല്ലോ നിന്നിട്ട് കാണുക. നല്ല മഴയുള്ള സമയത്ത് പോണ സമയത്ത് താഴേക്ക് പോകാൻ സമ്മതിക്കാറില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് എല്ലാവരും. നല്ല ഇപ്പോൾ ഇത് മഴക്കാലത്താണെന്ന് വെച്ചാൽ കുറേ കൂടി വെള്ളം ഉണ്ടാവാറുണ്ട്. നമ്മളിവിടെ എല്ലാം പോയിട്ട് ആ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ മുകളിൽ നിന്ന് കാണുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ താഴേക്ക് പോകാനൊരു വഴിയുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പങ്കുവെക്കുന്നത്. ഇത്തിരി മോശം വഴിയാണ്, കാരണം നടക്കാൻ തന്നെ നല്ല പ്രയാസമാണ്. കാരണം കല്ലൊക്കെ പാകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തോന്നുന്നത് കണ്ടില്ലേ, ഹെയർ പിന്ന് പോലെ കുറേ ബെൻഡായിട്ടാണ് താഴേക്ക് പോണത്. അപ്പോൾ അവർ നമ്മൾ താഴേക്ക് വീണു പോകാതിരിക്കാനോ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിടിക്കാനൊക്കെ ആയിട്ട് ഈ ഉയരം താഴ്ചയുള്ള ഭാഗത്ത് ഇങ്ങനെ മുള വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം അവസാനം നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗത്തിലെത്തിയ ഫീലാണ്. ഇത് കണ്ടില്ല, ഏറ്റവും താഴെ പോയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്കതിൻ്റെ ഏറ്റവും അടുത്ത് വരെ പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു വേനൽക്കാലം ആയതുകൊണ്ടാണ് പോകാൻ പറ്റുന്നത്. മഴക്കാലം ചിലപ്പോൾ പോകാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ആരെങ്കിലും അതിരപ്പള്ളി പോകാൻ ആഗ്രഹിക്കേണ്ട ഈ സമയത്ത് പോയിക്കോളൂ കേട്ടോ. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മറ്റേ കണ്ടില്ലേ, ഇങ്ങനെ പുക പോലെ മഞ്ഞ് പോലെ നമ്മുടെ മീതേക്കെല്ലാം തന്നെ വെള്ളം തെറിച്ച് വരുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. താങ്ക്